അപ്പൊ ഞങ്ങള് ഈസ്റ്റർ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഈസ്റ്റർ. ഞങ്ങള് ഈസ്റ്ററിന്റെ ആഘോഷം തുടങ്ങി. സൂരജ് കല്യാണമാണ് 17-ാം തീയതി. അപ്പൊ അവർക്കും ഞങ്ങളുടെ വക തടിയൻസിന്റെ വക പ്രത്യേക ഒരു കൺഗ്രാറ്റ്സ്. മച്ചാമാരെ, അപ്പൊ ഞങ്ങൾ ഇവിടെ ഈസ്റ്ററുള്ള ആഘോഷം തുറന്നിരിക്കുകയാണ്. ഞാനിത് ഡ്യൂട്ടി കഴിഞ്ഞ് ജസ്റ്റ് വന്ന് കയറിയതേ അപ്പോഴത്തേക്ക് നമ്മുടെ സാറ് നോക്കിയേ നമ്മുടെ സൈസ് സാറ് എനിക്ക് വേണ്ടി 19 ദിവസത്തെ നോയമ്പിൻ്റെ അവസാനത്തേക്കിന് വേണ്ടി പണിയാണ്. ഇതൊന്നും ആദ്യമേ കാണിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഞാൻ നേരത്തെ വന്നില്ല. അതുകൊണ്ട് പുള്ളിയുടെ ഒരു പ്രത്യേക കഴിവുള്ള പ്രത്യേകതരം ഒരു മീൻകറി ആയിരിക്കും ഇത്. ചുമ്മാ ചറുപുറ ചാമ്പെന്നൊക്കെ നിങ്ങൾ കണ്ട് ഞെട്ടണ്ട. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. വിലാസ്പൂർ തന്നെ വരണം. ഇത് സയത്തിൻ്റെ കൈ കൊണ്ട് അനുഭവിച്ച് തന്നെ നിങ്ങൾ അറിയണം. അപ്പം എന്താണ് കാണുന്നത്? പറയൂ, എന്താ കറണ്ട് അടിച്ച് വിഷു മസാല എവിടെ പോവാ? മേടിച്ചല്ലേ? സാറേ പരിപാടി തുടങ്ങുന്നുണ്ട്. ഒന്ന് ഒരുപാട് നമസ്കാരം സുഹൃത്തുക്കളെ. ഞങ്ങൾ ഈസ്റ്റർ ആയതുകൊണ്ട് ചെറുതായിട്ട് ഗുഡ് ഫ്രൈഡേ വിഷുവിടെ ക്ലബ് ചെയ്ത് വന്നതുകൊണ്ട് അത് കാര്യമാക്കാൻ പറ്റിയില്ല. അങ്ങനെ പറയല്ലേ, വിഷു അങ്ങ് കുളമായി. അവധിയൊന്നും കിട്ടിയില്ല, ലീവൊന്നും കിട്ടിയില്ല. സ്റ്റാഫിൻ്റെ ഒക്കെ കുഴപ്പം കൊണ്ട്, ഷോർട്ടേജ് കൊണ്ടൊക്കെ അങ്ങനെ പുള്ളിക്കാരനെ ഇൻചാർജായ നമ്മുടെ സൈഡ് സാറിന് അവിടെ വർക്ക് ചെയ്യേണ്ടി വന്നു. അപ്പം ചെറുപുറ പുള്ളി നമ്മളോടൊന്നും ഒന്നും പറയുന്നൊന്നുമില്ല. ഇത് നമ്മളെ ചൂരമീനാണ്. നിങ്ങൾ ഞെട്ടരുത്, ഇങ്ങനെ ചൂരക്കറി വെക്കാമെന്നുള്ള കാര്യം. പ്രഷർ കുക്കറിൽ ചൂരക്കറി വെച്ച് റെക്കോർഡ് ഉണ്ടാക്കിയ ഒരു സഹോദരനാണ് ഈ നിൽക്കുന്നത്. അപ്പം ഇവൻ്റെ മുമ്പിൽ ഇതൊന്നും ഒന്നും അല്ല. ഓക്കെ, ഇത് വെറും മീൻകറി മാത്രം. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനിയും പള്ളിയിൽ പോകണം. പള്ളിയിൽ നിന്ന് ഈസ്റ്റർ മുട്ടയൊക്കെ കഴിച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതുള്ളൂ. മട്ടൺ ഉണ്ടോ? പള്ളി മട്ടണൊക്കെ ഉണ്ട്. മട്ടൺ ഉണ്ടാവും. ഇന്ന് ചോറുണ്ട്, വൈകിട്ട് ഫുഡൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈസ്റ്റർ മുട്ടയിലാണ് ഞങ്ങൾ ഇന്ന് അവിടുത്തെ ഈസ്റ്റർ ഞങ്ങൾ നോയമ്പ് വിടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈസ്റ്റർ മുട്ട കഴിച്ചായിരിക്കും. അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇത്ര ലേറ്റായി പോയെന്നേ ഉള്ളൂ. ഇതെന്തോ പ്രത്യേകം, ഇതെങ്ങനെയാണ്? ഇത് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമോ? എന്തെങ്കിലും ഒന്ന് മിണ്ടുവോ? ചുറ്റും കറങ്ങി. അയ്യോ, ഇതിന്റെ കൈ പൊള്ളി. അടിപൊളിയായിട്ട് പൊള്ളി. ഇട്ടേ ചോടി. ഈ സ്റ്റീൽ പാത്രം പുള്ളി കൈകൊട്ടി പിടിച്ച് പോക്കി. ഇവിടെ തന്നെയല്ലേ സാറേ? ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു? 2-3 ഇനി ഒരു മീൻകറി മാത്രമേ ആയുള്ളൂ. വന്നപ്പോൾ തന്നെ നമ്മുടെ ഈ സാധനം കെട്ടിത്തൂക്കി വെച്ചേക്കുന്നുണ്ട്. ഈ വെള്ളത്തിൻ്റെ ഈ ഫിൽറ്റർ ഒരു ചെറിയ കരണ്ടടി അങ്ങ് കൊടുത്തു. ആ ജനലിൽ കരണ്ടുണ്ടായിരുന്നു. അവിടെ തുടങ്ങി പുള്ളിക്ക് നല്ല സ്പിരിറ്റോട് കൂടി ഇന്നത്തെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അത് ഓഫ് ചെയ്യുന്നു, പുറമെ ഓഫ് ചെയ്യുന്നു. കരണ്ടെടുക്കും, ഇപ്പം ശരിയാക്കും. അപ്പോൾ ഇനി അടുത്ത എന്താണ് സ്റ്റെപ്പ്? ആ ചട്ടി എന്ത് ചെയ്യും നമ്മുടെ ഇവിടെ നിന്ന്? ചട്ടി വെക്കാറുണ്ടല്ലോ മീൻകറി. കുക്കറി വെച്ച് ഉള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഈ പരുവത്തിലായിരുന്നുള്ളൂ. അത് ഞാൻ യൂണിഫോമിലാണ് ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മീൻകറി. അങ്ങോട്ട് ഇനി അടച്ചൊക്കെ വെച്ച് ആഹാ, മുളകിൻ്റെ നല്ല മണം. കറണ്ട് അടിക്കുന്നൊക്കെ തപ്പി പിടിച്ച് കണ്ടുപിടിച്ചു. എവിടുന്നാ അത്? മുറിഞ്ഞോ? പിടിച്ച് അമക്കിയതായിരിക്കും. അത് വിട്ടര്. നീ കറണ്ട് അടിച്ച് ഇനി ഈസ്റ്റർ കുളവാക്കണ്ട. അത് ഓഫ് ചെയ്ത് തരും. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പോടെ പറഞ്ഞിട്ട് ഞാൻ എന്നാ കുളിക്കാൻ പോവാം. ഒന്നുമില്ല, മീൻ കുറച്ച് മീൻകറി റെഡിയായി. ഉച്ച കഴിഞ്ഞാൽ മോരുകറി വെക്കും. കുറച്ച് കഴിയുമ്പം ഞങ്ങൾ വീണ്ടും ചിക്കനും മട്ടനും ചിലപ്പോൾ കാണും. ചിക്കനും മട്ടനും കാണും. എന്നങ്ങ് ഉറപ്പിച്ച് നാൻ വന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പൊറോട്ട, ഇപ്പം പറയുന്ന അപ്പം. ഞങ്ങളിത് രണ്ടും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആ പുള്ളി പറഞ്ഞ പോലെ. പിന്നെ പഴം പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങി. അത് പിന്നെ എപ്പോഴും ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾ ഈസ്റ്റർ സ്പെഷ്യൽ ഞാൻ കാണിച്ചു തരാൻ ആഗ്രഹിക്കുക. ഈസ്റ്റർ ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ മേടിച്ച സാധനങ്ങൾ ഏതൊക്കെ കേട്ടോ? കണ്ടിട്ട് ഒത്തിരി ഒന്നുമില്ല, ചെറിയ സാധനങ്ങൾ ഇതിങ്ങനെ കൂട്ടിയിട്ടേക്കുന്നുണ്ട്. അച്ചാറൊക്കെ ഉണ്ട്, വെളിച്ചെണ്ണയുണ്ട്, ചില പലഹാരങ്ങളുണ്ട്, ചിക്കൻ പൊടി, ഗരം മസാല, പിന്നെ ഏത്തയ്ക്ക. അങ്ങനെ ഞങ്ങൾ സാറ് മീൻകറി വെക്കാൻ വേണ്ടി വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യുകയാണ്.
ആ സമയത്ത് ഞാൻ പോയി കുളിച്ചിട്ട് വരുന്നതായിരിക്കും. ബാക്കി പിന്നീട് വീഡിയോ ഇതിൻ്റെ ഇടയ്ക്ക് എടുക്കാം. അപ്പം മീൻകറി ആയി കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം. ഓക്കെ. അടിപൊളി കേട്ടോ. നല്ല പുളി കയറി, നല്ല വീട്ടിലെ പുളിയാണ്. പുളി എൻ്റെ അമ്മയുടെ പുളി പൊളിച്ചിട്ടുണ്ട്. പൊളിച്ച് ഒരു മീൻകറി കാണിക്കണോ? ഇതേപോലെ പുളി മീൻകറി ഇതുണ്ടോ? കഷ്ണം അടിപൊളിയായിട്ട് വന്നിട്ട് തൊഴുമ്പോഴേ ഇങ്ങനെ വരുന്നു. അപ്പം സായത്തിന്റെ മീൻകറി തകർത്തു, പൊളിച്ചു, തിമിർത്തു. ഇനി ചെറുതായിട്ട് ഉപ്പൊക്കെ പിടിപ്പിച്ച് നിങ്ങളെ ബാക്കി കാണിക്കുന്നതായിരിക്കും. ഞാൻ മോര് ചേർക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, പക്ഷെ ഞാനിപ്പോ പൊളിയിലേക്ക് പോവാം. മോര് മേടിക്കാൻ വേണ്ടി പോവാം. എന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം ഏതായാലും ഞാൻ മുമ്പേ വീഡിയോയിലൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ വന്നേ ഉള്ളൂ, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേ ഉള്ളൂ പറഞ്ഞു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു, കുളിച്ചു, ഒക്കെ റെഡിയായി. ഇനി പള്ളിയിൽ പോകണം. അതിന് മുമ്പേ സൈത്തിന്റെ മീൻകറി ഒന്ന് കാണിക്കാൻ വേണ്ടി, ആ വിശേഷം ഒന്ന് പങ്കുവയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ കാണിച്ചത്. ഇപ്പൊ അപ്പൊ ഞങ്ങള് ഈസ്റ്റർ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഈസ്റ്റർ. ഞങ്ങള് ഈസ്റ്ററിന്റെ ആഘോഷം തുടങ്ങി. കുറെ നേരം നമ്മള് ഇനിയും ഈസ്റ്ററിന് ഇതുപോലത്തെ വീഡിയോയും ആഘോഷങ്ങളും തീർന്നിട്ടില്ല. ജസ്റ്റ് തുടക്കം മാത്രം. പഴയന്നായിരിക്കും ഓരോ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരി, നമ്മുടെ ചങ്ക് ഒരു സൂരജ്, കല്യാണമാണ് 17-ാം തീയതി. അപ്പൊ അവർക്കും ഞങ്ങളുടെ വക, തടിയൻസിന്റെ വക പ്രത്യേക ഒരു കൺഗ്രാസ്, അനുഗ്രഹിക്കട്ടെ. തടിയൻസിന്റെ വക ഒരു സ്പെഷ്യൽ കൺഗ്രാസ്. അളിയാ, ജീവിതം പൊളിച്ചെടുക്ക്. ഓക്കെ, അത് പിന്നെ അടുത്ത വീഡിയോ നമ്മൾ കാണും. അതുവരെ ബൈ ബൈ.